വിയേർഡ് മിസ്സിംഗ് ബ്ലോക്ക് ഗ്ലിച്ച് നൈറ്റ്സ് എന്ന ഈ ചാനലിലെ പല വീഡിയോകളിലുള്ള ആദ്യത്തെ വീഡിയോ ആണ് അത്. ഈ ചാനലിൽ എന്ന് പറഞ്ഞാലോ പ്രൊഫൈലോ ബാനറുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ആകെയുള്ളത് ഈ വീഡിയോസ് മാത്രമാണ്. പക്ഷേ ആ വീഡിയോസ് പറയുന്നത് അത്ര നോർമലൊന്നുമല്ല. ഒരു ഹോണ്ടഡ് വേൾഡിൽ കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ സ്റ്റോറിയാണ് ഇത്. അപ്പോൾ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ സ്റ്റോറി സോൾവ് ചെയ്യാൻ ആദ്യത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ അവരുടെ വീട് കാണിക്കുന്നുണ്ട്, വീടിൻ്റെ പുറം കാണിക്കുന്നുണ്ട്. അവിടെ ഒരു കാസിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മുന്നോട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയില്ല, നിങ്ങൾ കണ്ണടച്ചാൽ കാണത്തില്ല. അവിടെ ഒരു വീടായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. സൈഡിലുള്ള സീനറി നിങ്ങൾ കണ്ടോ? അവിടെ മരത്തിന് ഒരൊറ്റ ഇലയേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. അതിന് പ്ലെയർ ചെയ്തിട്ടാണോ അറിയില്ല, എന്തായാലും അവിടെ മിസ്സിങ് ആണത്. ഇതൊന്നല്ല വിഷയം. അവിടെ നടന്നു പോയി എത്തുന്നത്, പോയി നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു വലിയ കുയ്യാണ്. കുയ്യ് പറഞ്ഞാൽ അതിൻ്റെ താഴോട്ട് ബെഡ്റൂമോ ഒന്നും കാണുന്നില്ല, വെറും ഒരു ഹോൾ. പിന്നെ പ്ലെയർ കുറച്ച് താഴത്തേക്ക് പോയി നോക്കുന്നുണ്ട്. പിന്നെ പേടിച്ചിട്ടാണ് തോന്നുന്നത്. അപ്പം തന്നെ തിരിച്ച് കയറുന്നുണ്ട്. കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും അവിടെ മുന്നിൽ വീടിൻ്റെ മുന്നിൽ വേറൊരു ഹോള്. നെക്സ്റ്റ് പേടിക്കുന്നുണ്ട്, അതോടുകൂടി ആ വീഡിയോ അവിടെ കൈയാണ്. പ്ലെയർ നല്ല പേടിച്ചിട്ടാണ് ആ വീഡിയോ നിർത്തുന്നത്. പിന്നെ ആണെങ്കിൽ ആ വീട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമില്ല, സർവൈവൽ വേൾഡ് ആയിട്ടാണ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതെന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പറയാൻ വിട്ട രണ്ട് കാര്യമുണ്ട്. അതിലൊന്ന്, അവൻ ആ ട്രീൻ്റെ അടുത്ത് പോണടക്കം ഒരു ട്രീ കാണുന്നുണ്ട്. അവിടെ ഒരു ബ്ലോക്ക് ട്രീക്ക് മിസ്സിങ് ഉണ്ട്. അവൻ അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട് വേറൊരു ബ്ലോക്ക് വെച്ചിട്ട്. പിന്നെ ഉള്ള കാര്യം എന്താ വെച്ചാൽ, ആ കുയിൽ ബെഡ് റോക്ക് ഇല്ല മാത്രമല്ല, ഇതിങ്ങനെ ഡിസപ്പിയർ ആവുന്നുണ്ട് 2-3 ദാറ്റ് മീൻസ് ഐ തിങ്ക് ഹിസ് വേൾഡ് ഈസ് ഡിലീറ്റിങ്. അത് കഴിഞ്ഞ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിവ് അവൻ ഡിസ്ക്രിപ്ഷനിലും തരുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വിയേർഡ് മിസ്സിംഗ് ബ്ലോക്ക് ഇൻ മൈൻ ആൻഡ് ഡാനീസ് വേൾഡ്. നോട്ട് ഷുവർ ഇഫ് ദിസ് ഈസ് സംതിങ് ദാറ്റ് ജസ്റ്റ് ഹാപ്പൻ, ബട്ട് ഐ തോട്ട് ഐ ഡിഡ്ന്റ് പുട്ട് ഇറ്റ് ഹിയർ ആൻഡ് സീ ഇഫ് എനിവൺ നോസ്. നൈറ്റ് 77. അത് വീഡിയോ ചെയ്യുന്നവരെ മനസ്സിലായി, അത് മിക്കവാറും മേസനായിരിക്കണം. പിന്നെ ഡാനി മിക്കവാറും അത് അവൻ്റെ ഫ്രണ്ടായിരിക്കും. പക്ഷെ സ്റ്റിൽ നമുക്കിത് എന്തുകൊണ്ടാണ് വേൾഡ് ഇങ്ങനെ ആവണമെന്നോ വേൾഡ് എന്താ സംഭവിക്കുന്നതെന്നോ യാതൊരു തലവില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണേണ്ടിയിരിക്കുന്നു. അടുത്ത ദിവസം എണീക്കുമ്പോൾ അവിടെ 2 പുതിയ ഹോളുകൾ അവിടെ കാണുകയാണ്. ഒന്ന് ഒരു ഫാർ കോർണറിലും പിന്നെ ഒന്ന് കാസലിൻ്റെ ഒരു പാർട്ട് പോയിട്ടുണ്ട്. ആ രീതിയിൽ 2 ഹോൾ അവിടെ വന്നിട്ടുണ്ട്. ആ ഹോളിൻ്റെ അടുത്തേക്ക് നോക്കുന്നുണ്ട്, ബേജാറാവുന്നുണ്ട്. പിന്നെ ഒരു ഹോളിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നമുക്കവിടെ കാര്യം കാണാൻ കഴിയും. അവിടെ ഒരു മരമുണ്ട്, അതിനും ലീഫൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ അവിടെ ചുറ്റും ഓരോ ഹോൾസൊക്കെ കാണുന്നുണ്ട്. ഹോൾസ് പറയുമ്പം ചെറിയ ഓൺലി 1 ബ്ലോക്ക് മാത്രം മിസ്സിങ് ആയിട്ട്. അതൊരു കാരണമില്ലാത്ത കാരണം കൊണ്ട് അവിടുന്ന് പിന്നെയും ഓരോ ചങ്കുകൾ ഇങ്ങനെ ഇല്ലാണ്ടാവുകയാണ്. അവിടെ കൂടുതൽ വലിയ വലിയ ഹോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേസൺ കാസലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനതങ്ങനെ ഒന്നും കൂടിയും പുനർപണിയുണ്ട്. പിന്നെ അവന് ചെസ്റ്റിലേക്ക് കുറച്ചുകൂടി പാർട്സ് എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ തിരിച്ചു വന്ന് അവൻ ആ മാൻഷൻ ഫുള്ള് റിപ്പയർ ചെയ്യുന്നുണ്ട്. കാസലുണ്ടാക്കി കഴിഞ്ഞ് അവനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും അവനതാ കാണുന്നത് വേറൊരു ഹോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. വേറൊരു കാര്യം എന്താ വെച്ചാൽ, അവൻ ആ കാസലുണ്ടാക്കി അതിൻ്റെ ബാക്കടിക്കാൻ ആ തിരിയുന്ന സമയം കൊണ്ട് അവിടെ ഒരു കട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശരിക്കും അവിടെ ഉണ്ടായത് തന്നെയുള്ള കാര്യം ഉറപ്പാണ്. അവനത് കഴിഞ്ഞ് അവനത് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഇതാണ്. അപ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, അവൻ്റെ ചുറ്റുമുള്ള വീട് പതുക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെന്തുകൊണ്ടായിരിക്കും? ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ആകെ പറയുന്നത് ഇതാണ്. ഇവിടെ ആകെ മനസ്സിലുള്ളത് ആ മാൻഷൻ എന്ന് പറയുന്നത് ഡാനീൻ്റെ ആണ്. അതല്ലാണ്ട് വേറൊരു ഇൻഫർമേഷൻ ആൾക്കാരായിട്ട് കിട്ടുന്നില്ല. വീഡിയോ 3 തന്നെ കുറച്ച് വിയേർഡായിട്ട് തോന്നി. അവന് പുതിയൊരു വേൾഡ് തുടങ്ങുന്നുണ്ട്. കട്ടിന് ശേഷം അത്യാവശ്യം അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസാണ് അവൻ്റെ അടുത്ത് ഫുള്ള് കാണുന്നത്. അപ്പോൾ ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള വേൾഡാണ് അവൻ കാണിക്കുന്നത്. എന്തിനാണെന്നൊന്നും യാതൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വേൾഡ് മിക്കവാറും കുറച്ച് കളിച്ച് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. കാണിച്ച വേൾഡിൽ നിന്ന് ഇത് മൊത്തത്തിലൊന്ന് വേറെ തന്നെ വേൾഡാണ്. അവനായിട്ട് അവിടെ ഒരു പൂവ് നടന്നുണ്ട്. ഓട്ടോന് നേരെ ആകാശത്തേക്ക് നോക്കി. അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ്ങും കേൾക്കുന്നുണ്ട്.
അത് ഈ കാണിക്കുന്ന പാട്ടാണത്. എന്തിനാ അവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ പ്രോഗ്രസ് ചെയ്തിട്ടുള്ള എക്യുപ്മെൻ്റ് കാണിച്ചെന്ന് മനസ്സിലായിട്ടില്ല. അത് കുറച്ച് സ്ട്രെയിഞ്ചായിട്ട് തോന്നി. പിന്നെ എന്തിനാണ് ആ റോസ്റ്റർ നടന്നും അറിയില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തിനാ അങ്ങനെ മ്യൂസിക്കൊന്നും അറിയില്ല. ചിലപ്പോൾ മറ്റേ വേൾഡിൽ ഓരോ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഇത് വേറെ വേൾഡ് ക്രിയേറ്റ് ചെയ്തായിരിക്കും ഒരു സമാധാനത്തിന് വേണ്ടി. എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. പക്ഷെ അടുത്ത വീഡിയോ പറഞ്ഞാൽ മൊത്തത്തിൽ ഓപ്പോസിറ്റായിരുന്നു. അങ്ങനെ അടുത്തതിൽ ഓൻ്റെ ഒന്നും കൂടി കുറേ ചഗ് കാണുന്നില്ല. പിന്നെ ചുറ്റുള്ള ഒറ്റ മരത്തിന് പോലും ലീവ്സ് ഇല്ല. എല്ലാ മരത്തിനും ലീവ്സ് കാണാനായിട്ടുണ്ട്. പിന്നെ നല്ല മൂഡിലല്ല ഇനി ഓനുള്ള എല്ലാ ഷേപ്പിനൊക്കെ തല്ലുണ്ട്. കാണുന്ന എല്ലാ എണ്ണത്തിനും ഒന്ന് കൊട്ടിയിട്ടാണ് അവൻ പോണത്. അങ്ങനെ ഓന് വീടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോയിട്ട് ഒരു വലിയൊരു ഹോള് കാണിച്ചു തരുന്നുണ്ട്. അതുകൂടി കണ്ടപ്പോൾ പിന്നെ അവൻ ഒന്നുകൂടി ഭ്രാന്താകുന്നു. അവൻ അവിടെയുള്ള എല്ലാ ചിക്കനും ഉള്ള എല്ലാ അനിമൽസിനും ഉപദ്രവിക്കുന്നുണ്ട്. അവനവിടെ പറ്റുന്ന പോലെ TNT വീട്ടിനുള്ളിൽ കയറി TNT എടുക്കുന്നുണ്ട്. അങ്ങനെ TNT ഇട്ട് മൊത്തം ഒട്ടിക്കുന്നുണ്ട്. മേ ബി ആ പ്രതികാരം വീട്ടായിരിക്കും. അങ്ങനെ അവനൊക്കെ അങ്ങനെ പിന്നെയും ഒരു TNT ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. പ്രതികാരം നല്ല രീതിയിൽ അങ്ങനെ വീട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് തിരിഞ്ഞ് നോക്കുമ്പോൾ ആ കാസിൻ്റെ അടുത്ത ചങ്കൂടിയും കാണാണ്ടാവുകയാണ്. അപ്പോൾ തന്നെ മേസന് ഓന് ആ ഹോളിലേക്ക് ഒരു TNT പൊട്ടിച്ചിടുന്നുണ്ട്. വീടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ ചുറ്റും കാണുന്ന മോബിളെ പിന്നെയോ തല്ലിക്കൊല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ മൊത്തം ദേഷ്യം അങ്ങനെ തീർക്കുന്നുണ്ട് എന്തായാലും. പിന്നെ നേരെ ബെഡ് പോയി കിടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വീഡിയോയിൽ മൊത്തത്തിൽ കുറച്ച് മാറ്റം കാണുന്നുണ്ട്. കാരണം അടുത്ത വീഡിയോയിൽ റിപ്പയർസ് എന്ന പേരിലാണ് തുടങ്ങുന്നത്. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവനല്ല ചെയ്യുന്നത്. ആ വീടിനെ മൊത്തം റിപ്പയർ ചെയ്യുന്നുണ്ട്. അവനെ മൊത്തത്തിലൊന്ന് ആ ഹോളൊക്കെ മൂടാൻ നോക്കുന്നുണ്ട്. മേ ബി ഓൻ ചെയ്ത തെറ്റ് തിരുത്താനുള്ള രീതിക്കായിരിക്കും അവൻ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് റിപ്പയർ ചെയ്യാണ്. അങ്ങനെ അവനവിടെയുള്ള കാസിലൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അവന് പറയുന്നുണ്ട് എമൻസ് മേക്ക് ചെയ്യണമെന്നുള്ള. മേ ബി അങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാം പഴയതുപോലെ ആവുമെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്യുന്നത്. അവന് അവിടെ പോയി ലാഡർ എടുത്ത് വരുന്ന വഴിക്ക് ഒരു ചെറിയ കാര്യം അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. അത് തുറക്കുന്നത് അതിലെന്താണെന്നൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. നേരത്തെ അത് ഇവിടെ ഉള്ള സാധനമല്ലേ ഇനി. ആ ചെസ്റ്റിലൂടെ അവനെന്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. മേ ബി ഉണ്ടാവില്ല, എന്തായാലും അറിയില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നേരത്തെ ഇതിന് മുന്നേ കളിച്ചപ്പോൾ ഇൻവെർട്ടറി തുറന്നപ്പോൾ അതേ ഇൻവെർട്ടറി ആ ചെസ്റ്റ് വെച്ചതിന് ശേഷം തുറക്കുന്നുണ്ട്. അടുത്ത കട്ടിൽ അവൻ്റെ ഇൻവെർട്ടറി മാറുന്നുണ്ട്. അതിൽ മിസ്സിങ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ആ ഒരു മരവും പിന്നെ കൂടെ ഉണ്ടീനെ ആ പൂവും. അപ്പോൾ മരം അവനവിടെ വെക്കുന്നുണ്ട്. അവനവിടെ മറ്റൊരു മരം ഫില്ല് ചെയ്യാൻ വേണ്ടി ഹീൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെയുള്ള പൂവാണ്. മിക്കവാറും അതായിരിക്കണം ചെസ്റ്റുകളിൽ. കാരണം ഇതുവരെ എവിടെയും വെച്ചിട്ടില്ലല്ലേ. അതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഉറപ്പില്ല, മേ ബി അല്ലായിരിക്കാം. എന്തായാലും അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിലേക്കുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ അഥവാ അത് പൂവാണെങ്കിൽ അവൻ എന്തിനായിരിക്കും അങ്ങനെ വെച്ചത്. പിന്നെ ആ ബാക്കിയുള്ള വീഡിയോ മൊത്തം അത് റിപ്പയർ ചെയ്യുന്ന വേൾഡ് മൊത്തം റിപ്പയർ ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞ് അവന് കിടന്നുറങ്ങുന്നുമുണ്ട്. ഓരോന്നിങ്ങനെ മാറുന്നതനുസരിച്ച് എല്ലാ വീഡിയോയിലും മോർ ചങ്ക്സ് ഇങ്ങനെ ഡിസ്പിയർ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൺഫ്യൂസ് ആവുന്നുണ്ട്. പിന്നെ കഴിച്ചിലാവാൻ നോക്കുന്നുണ്ട്. പിന്നെ ഫൈറ്റ് ബാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ അവൻ തന്നെ ഹീൽ ചെയ്യുന്നുമുണ്ട്. എത്രത്തോളമാണ് നമുക്കിതിലൂടെ പറയാൻ പറ്റുന്ന കാര്യം മാത്രം. ഇതിൻ്റെ ഇടയിൽ കൂടെ അവന് പിന്നെയും റീബിൽഡ് ചെയ്യുന്ന സാധനം എന്താ വെച്ചാൽ ആ കാസലാണ്. പറയുമ്പോൾ ഡാനീസിൻ്റെ കാസൽ. ഡാനീസ് പറയുമ്പോൾ അത് ആരാന്നൊന്നും നമുക്ക് ഇതുവരെ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഒരു വീഡിയോയിലും ഇല്ല. അതിനോട് യാതൊരു ഡീറ്റെയിൽസ് നമുക്ക് ഒന്നിനോടും കിട്ടിയിട്ടില്ല. ഇത് അവിടെ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പുറമെ മേസൻ പിന്നെ ഒരു വീഡിയോയിൽ അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ ബാക്കി കണ്ടുപിടിക്കുകയാണെങ്കിൽ ബാക്കി കാണാൻ തന്നെ വേണ്ടി വരും. അടുത്ത വീഡിയോ ബോർഡർ എന്ന പേരിലാണ് വരുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു വലിയൊരു ബോർഡർ മാതിരി നീളത്തിൽ ഇങ്ങനെ കാണാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എ ബോർഡർ ഫോംഡ് അറൗണ്ട് ദ ഹൗസ് ആൻഡ് കാസൽ. ഐ ഡോണ്ട് നോ വൈ ബട്ട് ഇറ്റ് കീപ് ഗെറ്റിംഗ് വേഴ്സ് ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കര കഷ്ടമാണ്. കാരണം അവിടെ ചുറ്റും ഉള്ള ബോർഡർ മാതിരി അവൻ്റെ വേൾഡിന് ചുറ്റും വന്നിട്ടുണ്ട്. ബാക്കിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നോർമലാണ് ഇപ്പോഴത്തേക്ക്. മൊത്തത്തിലുള്ള ഈ ഒറ്റ ഫുൾ വീഡിയോ പറഞ്ഞത് അവന് ചുറ്റും നടന്ന് മൊത്തം കാണിക്കുന്നത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ ഒരു കണ്ണിൽ ഒരു കാര്യം പെടുന്നുണ്ട്. ഒരു കാബിൾ സ്റ്റോൺ അവിടെ ഒരു ഫോർമായി കിടക്കുന്നുണ്ട്. എന്തോ ഒരു കാബിൾ സ്റ്റോണിൻ്റെ ഒരു ബിൽഡ് മാതിരി. അതെന്താണെന്നോ എങ്ങനെയാണെന്നൊന്നും
മനസ്സിലാവുന്നില്ല. കാരണം കാബിൾ സ്റ്റോൺ ആ ഷേപ്പിൽ വരണമെങ്കിൽ അതൊരു പ്ലെയർ മൈന് ചെയ്തിട്ട് വെക്കണം, അല്ലാണ്ട് അതങ്ങനെ വരില്ല. അപ്പോൾ ഓൾറെഡി ജനറേറ്റ് വെച്ചാൽ വേറെ കളറിലാണ് കാബിൾ സ്റ്റോൺ ഉണ്ടാവുക. അപ്പോൾ അതും അവിടെ ഒരു വിയേർഡായിട്ട് തോന്നുന്നൊരു കാര്യമായിട്ടാണ് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതിൽ അവസാനത്തെ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഓൻ്റെ ആ വേൾഡിനുള്ളിലുള്ള ഒരൊറ്റ മരത്തിനോ ഇലയില്ല, ഒരു മരത്തിൽ പോലും ഇല കാണാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ അവിടെ കാണാൻ അത്ര നല്ല രസമുള്ളൊരു സംഗതി തോന്നുന്നില്ല, മൊത്തം സ്കേറിയ ലുക്കായിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഇവരെന്തുകൊണ്ട് വേൾഡ് വെക്കുന്നില്ല, പിന്നെ എന്തിനത് കളിക്കണേ എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് സംഭവിക്കണമെങ്കിൽ നമ്മളത് പിന്നെ കളിക്കേണ്ട ആവശ്യമില്ല, കളിക്കാതിരുന്നാൽ മതി, വേൾഡിൽ നിന്ന് എക്സിറ്റ് അടിച്ചാൽ മതി. ഇവനിപ്പോൾ എന്തിനാണ് കളിക്കുന്നതെന്ന് യാതൊരു തലയും കിട്ടുന്നില്ല. തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാ ആ മെൻഷൻ്റെ ഒരു ചങ്ക് കൂടി ഇല്ലാണ്ട് അയക്കണേ. അവിടെ അപ്പോൾ ആ മെൻഷൻ്റെ പകുതി കാണാണ്ടായി. അങ്ങനെ മോർ കറപ്ഷൻ കണ്ടുകൊണ്ട് അവനങ്ങനെ ബെഡിലേക്ക് കിടക്കാൻ പോവുകയാണ്. അങ്ങനെ ആ വീഡിയോ അവിടെ കഴിയാണ്. കാര്യങ്ങളൊന്നുകൂടി ഇങ്ങനെ മോശമായി വരുന്നേ ഉള്ളൂ, ഒന്നും ബെറ്ററായി വരുന്നേ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം വല്ലാണ്ട് ലോങ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 ആയിട്ട് ഒരു 3 ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ ഇടും എൻ്റെ ചാനലിൽ. ഇപ്പം 3 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ചിലപ്പം പാർട്ട് 2 ഉണ്ടാവും, ഇല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളേക്ക് റെക്കമെൻഡേഷൻ വരയ്ക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ് ചെയ്യാം, ലൈക്ക് ചെയ്ത് ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡേഷൻ വന്നോളും. അപ്പോൾ ഈ പാർട്ട് ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ എന്തുണ്ടായി, എന്ത് സംഭവിക്കും, ആ വേൾഡ് റിക്കവർ ആവൂലേ, എന്താവും എന്നറിയണമെങ്കിൽ നമ്മളിത് തുടർന്ന് കാണുന്നേ വേണം.